ഒരു ദിക്റിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാലഹ, ഏതെങ്കിലും ഒരാൾ ഫിൽ ലൈലി, രാത്രി ആ ദിക്ർ ചൊല്ലുകയും അങ്ങനെ സുബ്ഹിക്ക് മുമ്പായിട്ട് അയാൾ മരിക്കുകയും ചെയ്താൽ ഉറപ്പായും സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ ഒരു ദിക്റുണ്ട്. അത് ചൊല്ലിയാൽ സ്വർഗം ഉറപ്പാണ്. അത് സ്വർഗം അള്ളാഹു നൽകാൻ അനുഗ്രഹിക്കും. അള്ളാഹുവിന്റെ തീരുമാനമുള്ളവർക്ക് അത് ചൊല്ലാനുള്ള ഭാഗ്യവും ഉണ്ടാകും. നേരം പുലർന്ന ഒരാളത് ചൊല്ലിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ അവർക്ക് സ്വർഗമുണ്ടെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരം പുലർന്നാൽ ഒരു തവണ, രാത്രിയായി കഴിഞ്ഞാൽ ഒരു തവണ കൂടെ ചൊല്ലാൻ പ്രാധാന്യമുള്ള ഒരു ദിക്ർ, വളരെ എളുപ്പമുണ്ട്. മൻ ഖാലഹാ മൂഖിനൻ ബിഹാ, അതിന്റെ അർത്ഥമറിഞ്ഞ് മനസ്സുറപ്പിച്ച് പറഞ്ഞാൽ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ അൻത റബ്ബി, اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. الله قبول ചെയ്യട്ടെ. ആമീൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അല്ലാഹുവേ അൻത റബ്ബി, നീ ഞങ്ങളുടെ രക്ഷിതാവാണ് പടച്ചവനേ. ഞങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ലാ തുദ്രികുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ വഹുവൽ ലത്തീഫുൽ ഖബീർ, എല്ലാം അറിയുകയും ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം, ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടുവരാൻ ഒരു തൂങ്ങിയുറക്കമോ ഒരു ക്ഷീണമോ ഒന്നും ബാധിക്കാത്ത ഖയ്യൂമായ പടച്ചവനെ, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ആരുമില്ല പടച്ചവനെ. ഖലഖ്തനി, നീയാണ് എന്നെ പടച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. ഉടമസ്ഥനായ നീ എന്താണോ എന്നോട് പറയുന്നത് അത് മുഴുവനും അനുസരിക്കാൻ കടപ്പെട്ടവൻ. വഅന അലാ അഹ്ദിക, ഞാനും നീയും തമ്മിലൊരു കരാറുണ്ട്. നിന്നെ ഞാൻ അനുസരിക്കൂ പടച്ചവനെ, നിന്നെ ഞാൻ ആരാധിക്കൂ, നിനക്ക് ഞാൻ ഇബാദത്ത് ചെയ്യൂ. ആ കരാറിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വവഅദിക, നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടുള്ളത്. ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവെന്ന് ചോദിച്ചപ്പോൾ ഖാലൂ ബലാ, അതേ പടച്ചവനെ നീയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ പ്രഖ്യാപനം മരണം വരെ കൊണ്ടുപോകുന്നവർക്ക് എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞ പോലെ ഞാൻ ജീവിക്കാം. അഊദു ബിക മിൻ ശർരി മാ സനഅത്, ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അബൂഉ ലക ബിനിഅ്മതിക അലയ്യ, നീ എനിക്ക് തന്ന അനുഗ്രഹമാണ് റബ്ബേ. ഞാൻ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ എനിക്ക് നിന്നോട് കാണിക്കാനുള്ളത് നീ തന്ന അനുഗ്രഹങ്ങളാണ്. പക്ഷെ നിനക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഞാനായിട്ട് ചെയ്തു കൂട്ടിയത് വഅബൂഉ ബിദംബി, എനിക്ക് തെറ്റുകളെ ഉള്ളൂ പടച്ചവനെ. നീ തന്നത് അനുഗ്രഹങ്ങളാണ്, പക്ഷെ തിരിച്ച് എന്റെ കയ്യിൽ തെറ്റുകളാണ്. ഫഗ്ഫിർ ലി, എനിക്ക് പുറത്തു താറട്ടെ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, തെറ്റുകൾ നീയല്ലാതെ പൊറുക്കില്ലല്ലോ പടച്ചവനെ. ഇതാണ് ഹദീസിന്റെ പ്രാർത്ഥനയുടെ അർത്ഥം. മനസ്സറിഞ്ഞ് ചൊല്ല, രാവിലെയും വൈകുന്നേരവും ഓരോ തവണ ചൊല്ലിയാൽ ആ ദിവസത്തിന്റെ ഇടത്ത് മരിച്ചുപോയാൽ സ്വർഗം ഉറപ്പാണ്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. اللهم صل وسلم.